നമസ്കാരം. എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഏവർക്കും സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജയിലിൽ കഴിയുന്ന ദേവസ്വം മുൻ കമ്മീഷണറും പ്രസിഡന്റുമായ എൻ വാസുവും ഒടുവിൽ പുറത്തേക്ക്. പ്രതി സമർപ്പിച്ച സ്വാഭാവിക ജാമ്യ ഹർജിയിൽ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും. റിമാൻഡ് കാലാവധി 90 ദിവസം പിന്നിട്ടു. എന്നിട്ടും ഈ ഒരു കുറ്റപത്രത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വാഭാവിക ജാമ്യത്തിനായുള്ള നീക്കം എൻ വാസുവും നടത്തുകയായിരുന്നു. കട്ടളപ്പാളി കേസിലെ 3ാം പ്രതിയാണ് എൻ വാസു. SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് കൂടി ചൂണ്ടിക്കാട്ടിയാണ് വാസു ജാമ്യത്തിനായി നീക്കങ്ങൾ നടത്തിയത്. വിവേചനം കാണിക്കാൻ പറ്റില്ലെന്നും ജാമ്യ ഹർജിയിൽ ഇന്ന് വിധി പറയുമെന്നുമാണ് കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ച കോടതി അറിയിച്ചത്. ഇതുവരെ 4 പ്രതികൾ ജാമ്യം നേടി പുറത്തിറങ്ങി. 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ 3 പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടി. അതേസമയം തന്ത്രി കണ്ഠരര് രാജൂരിയുടെ 2 കേസുകളിലെ ജാമ്യ ഹർജി ഇന്നലെ വാദം പൂർത്തിയായിരുന്നു. ഈ മാസം 18-നാണ് വിധി പറയുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി പരിഗണിക്കും. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ആരോഗ്യ കാരണങ്ങൾ കണക്കിലെടുത്ത് മുൻകൂർ ജാമ്യം വേണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ജയശ്രീയിലെ അറസ്റ്റ് നേരത്തെ സുപ്രീം കോടതി തടഞ്ഞിരുന്നു. ചോദ്യം ചെയ്യലിൽ ഹാജരാകാനും കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് ജയശ്രീ സുപ്രീം കോടതിയെ സമീപിച്ചത്. മാത്രമല്ല, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ ജ്വല്ലറി ഉടമ ഗോവർദ്ധന് സമർപ്പിച്ച ജാമ്യാപേക്ഷ സുപ്രീം കോടതി നേരത്തെ തള്ളിയിരുന്നു. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത, ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. കേസിൽ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഇടപെടാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി ജാമ്യം നിഷേധിച്ചത്. ഗോവർദ്ധൻ അയ്യപ്പ ഭക്തനാണെന്നും 80 ലക്ഷത്തിലധികം രൂപ ശബരിമല ക്ഷേത്രത്തിൽ സംഭാവന നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹത്തിനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകനായ മുകുൾ റോത്തഗി സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഗോവർദ്ധനെതിരെ ആരോപിക്കുന്നത് 475 ഗ്രാമിന്റെ സ്വർണ്ണമോഷണമാണ്. 2019 ഈ സ്വർണത്തിന്റെ വിപണി വില വെറും 14 ലക്ഷം മാത്രമായിരുന്നു. ലക്ഷങ്ങൾ സംഭാവന നൽകുന്ന 20 വർഷത്തിലധികമായി അയ്യപ്പ ഭക്തനായ ഒരാൾ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിക്കുമെന്ന് കരുതാനാകില്ലെന്നും മുകുൾ റോത്തഗി വാദിച്ചു. എന്നാൽ സംഭാവന, സ്വർണ്ണക്കൊള്ള ഇതൊക്കെ വ്യത്യസ്തമാണ്. സംഭാവന നൽകുന്ന ഒരാൾ കൊള്ള നടത്തില്ല എന്ന് പറയാനാകില്ല എന്നാണ് ബെഞ്ചിന്റെ കണ്ടെത്തൽ. മാത്രമല്ല, സുപ്രീം കോടതി ജാമ്യ ഹർജി ഈ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു തള്ളിയത്. 2 മാസത്തിനു ശേഷം ജാമ്യത്തിനായി വീണ്ടും കോടതിയെ സമീപിക്കാൻ അനുമതി തേടി. പക്ഷെ അക്കാര്യത്തിൽ വ്യക്തമായ ഒരു ഉത്തരവ് നൽകാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. എന്തായാലും ഗോവർദ്ധനെതിരെ ചുമത്തിയിരിക്കുന്നത് ശബരിമലയിൽ നിന്ന് കവർന്ന സ്വർണം വാങ്ങി എന്ന കുറ്റമാണ്. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട്. സ്വർണ്ണക്കൊള്ളയുമായി തനിക്ക് യാതൊരു ബന്ധവും ഇല്ല എന്നും ഗോവർദ്ധൻ വാദിക്കുന്നുണ്ട്. ബോധപൂർവം താൻ തട്ടിപ്പിന് കൂട്ടുനിന്നിട്ടില്ല. ശബരിമലയിലെ ആവശ്യത്തിനെന്ന് പറഞ്ഞാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പലപ്പോഴും പണം നൽകിയതെന്നും സുഹൃത്ത് എന്ന നിലയിലാണ് സ്വർണം വാങ്ങിയതെന്നുമാണ് ഗോവർദ്ധൻ നൽകിയിരിക്കുന്ന മൊഴി. എന്നാൽ ശബരിമലയിലെ സ്വർണമാണെന്നും അത് ദേവസ്വം സ്വത്താണെന്നും വ്യക്തമായി അറിഞ്ഞുകൊണ്ടാണ് ഗോവർദ്ധൻ തട്ടിപ്പിന് കൂട്ടുനിന്നതെന്നാണ് SITയുടെ കണ്ടെത്തൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.